എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിധു ഹരിദാസ്. ഞാൻ ഒരു സർട്ടിഫൈഡ് ന്യൂട്രീഷനിസ്റ്റ് ആണ്. ഫിസിക്കൽ ആൻഡ് മെന്റൽ വെൽനസ് പ്രൊമോട്ടർ കൂടിയാണ്. അപ്പൊ ഇന്ന് നമ്മൾ മുരിങ്ങയെ ബേസ് ചെയ്ത് നമുക്കൊന്ന് സംസാരിക്കാം. ഓക്കെ, മുരിങ്ങ മുരിങ്ങ എന്ന് പറയണത് നമുക്ക് എല്ലാവർക്കും അറിയാം. മുരിങ്ങ ഇസ് വെരി റിച്ച് ഇൻ ന്യൂട്രിയൻസ് ആണെന്നറിയാം. അതൊരു സൂപ്പർ ഫുഡാണ്. ഓക്കെ, ഒരു സൂപ്പർ ഫുഡാണ് അത്. ഭയങ്കരമായിട്ട് ന്യൂട്രിയൻസ് ഡെൻസ് ആണ്. അത് ഇഷ്ടം പോലെ ന്യൂട്രിയൻസ് അതിനകത്തുണ്ട്. അതിനകത്ത് അതിന്റെ കായയിലും ഉണ്ട്, ഇലയിലും ഉണ്ട്. പക്ഷെ ഇലയിലാണ് ഏറ്റവും കൂടുതൽ ന്യൂട്രിയൻസ് ഉള്ളത്. അപ്പൊ പൊതുവെ നമ്മൾ ആദ്യം ഒന്ന് മുരിങ്ങയെ പറ്റി പറയാം. മുരിങ്ങയെ പറ്റി പറയുമ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഈ മുരിങ്ങയിലും നിറയെ ന്യൂട്രിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കിയാൽ, ഒന്ന്, ഇതിനകത്ത് പ്രോട്ടീൻ ഉണ്ട്. ഒരു 100 ഗ്രാം എടുത്താൽ അതിനകത്ത് 25 ഗ്രാമോളം പ്രോട്ടീൻ ഉണ്ട്. പ്രോട്ടീൻ എന്തിനാണെന്നൊക്കെ നമുക്കറിയാം. നമ്മുടെ ഓരോ സെൽസ്, നമ്മുടെ ബോഡിയിൽ കുറേ കാര്യങ്ങൾക്ക് പ്രോട്ടീൻ വേണമെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പോകണില്ല. ഒന്ന്, പ്രോട്ടീൻ ഉണ്ട്. പിന്നെ വൈറ്റമിൻ എ ഉണ്ട്. നമ്മുടെ കണ്ണിന്റെ, സ്കിന്നിന്റെ എല്ലാത്തിന്റെ ആവശ്യത്തിന് വൈറ്റമിൻ എ ഉണ്ട്. വൈറ്റമിൻ സി ഉണ്ട്. അത് ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ്. കൊളാജൻ പ്രൊഡക്ഷൻ ആവശ്യമാണ്. കാൽഷ്യം ഉണ്ട്. കാൽഷ്യം നമുക്കറിയാം, നമ്മൾക്ക് ബോൺസിന്റെ ടീത്തിന്റെ ഹെൽത്തിന്. അയേൺ ഉണ്ട്, അനീമിക് ആവാണ്ടിരിക്കാനായിട്ട് അയേൺ ഉണ്ട്. മെഗ്നീഷ്യം ഉണ്ട്, നമ്മുടെ മസിൽസിന്റെ, നെർവ്സിന്റെ ഒക്കെ, ഹാർട്ടിന്റെ ഹെൽത്തിനൊക്കെ മെഗ്നീഷ്യം ഉണ്ട്. പൊട്ടാസ്യം ഉണ്ട്, BP കൺട്രോൾ ചെയ്യുന്ന രീതിയിലേക്ക് വരുന്ന. വൈറ്റമിൻ ഇ ഉണ്ട് നമുക്ക്, അതൊരു ആന്റി ഓക്സിഡന്റ് ആണ്, സ്കിൻ ഹെൽത്തിനുണ്ട്. പിന്നെ വൈറ്റമിൻ ബിയുടെ B1, B2, B3, B6 എന്നൊക്കെ പറഞ്ഞുള്ള നെർവ് ഫംഗ്ഷന്, എനർജി, എല്ലാത്തിനുള്ള വൈറ്റമിൻ ബിയുടെ ഒരു കോമ്പിനേഷൻസ് ഉണ്ട്. സിങ്ക് ഉണ്ട്. അപ്പൊ അത് ഇമ്മ്യൂണിറ്റിക്കും, സ്കിന്നിന്, മുറിവ് ഉണങ്ങാനും, അതേപോലെ സ്മെല്ലും ടേസ്റ്റ് ഒക്കെ കൺട്രോൾ ചെയ്യണത് സിങ്ക് വേണം അതിനൊക്കെ. ഇതൊന്നും പോരാണ്ട് ഫൈബർ ഉണ്ട്. 100 ഗ്രാമിലും 30 ഗ്രാം ഫൈബർ ഉണ്ട്. അത് ഡൈജസ്റ്റീവ് ഹെൽത്തിന് നല്ലതാ, ഷുഗർ കൺട്രോളിന് നല്ലതാ, ആന്റി ഓക്സിഡൻസ് നിറയുണ്ട്. അപ്പൊ ഒരു മുരിങ്ങയുടെ ഡീറ്റെയിൽസ് ഞാനിത് പറഞ്ഞത് അല്ലെ. അപ്പൊ മുരിങ്ങ എത്രത്തോളം ഹെൽപ്ഫുൾ ആണ് നമ്മുടെ ഓരോരുത്തരുടെയും ഹെൽത്തിന്, നമ്മളിത് കഴിക്കുന്ന എത്രത്തോളം ഹെൽപ്ഫുൾ ആണെന്ന് നോക്കണം. അത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനുണ്ട്, ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, അയൺ ലെവല് എൻഹാൻസ് ചെയ്യാൻ നല്ലതാണ്, സ്കിൻ ഹെൽത്ത്, സ്കിന്നിന്റെ, ഹെയറിന്റെ, നെയിലിന്റെ ഹെൽത്തിന് നല്ലതാണ്, നീർക്കെട്ടില്ലാണ്ടിരിക്കാൻ വളരെ നല്ലതാണ്, ആന്റി ഓക്സിഡന്റ് ആണ്. പിന്നെ നമ്മുടെ ഡൈജഷൻ ശരിയാവുമ്പോൾ, ശരിയായ മെറ്റബോളിസം വരുമ്പോൾ നമ്മുടെ വെയിറ്റ് മാനേജ്മെന്റിന് നല്ലതാണ്. അപ്പൊ ഇതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ ആണ്. കാരണം എന്താ പറയട്ടെ, സാധാരണ പ്രോട്ടീനിൽ നമുക്കറിയാം എല്ലാ അമിനോ ആസിഡ്സും ഇല്ല. കാരണം നമുക്ക് ഇപ്പൊ റൈസില് ഇപ്പൊ ഉള്ള അമിനോ ആസിഡ്സ് പരിപ്പിൽ ഉണ്ടാവില്ല, പരിപ്പിലുള്ള അമിനോ ആസിഡ്സ് റൈസിൽ ഉണ്ടാവില്ല. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ നമുക്ക് ഉണ്ടാവണേ. അപ്പൊ അതിനാണ് നമ്മുടെ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എല്ലാം ഉള്ള പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് കംപ്ലീറ്റ് എല്ലാ അമിനോ ആസിഡ്സും ഉണ്ട്. അതൊരു ഭയങ്കര, നമുക്ക് പ്ലാന്റ് ബേസ്ഡിൽ കംപ്ലീറ്റ് അമിനോ ആസിഡ്സ് ഉള്ളത് ഈ മുരിങ്ങയിലാണ്. അപ്പൊ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻ ആണ് അത്. വെജിറ്റേറിയൻസിന് വളരെ വളരെ എഫക്റ്റീവ് ആണ്. കാരണം അവർക്ക് എല്ലാ പ്രോട്ടീനും കിട്ടാൻ, നോൺ കഴിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇത് വളരെ നല്ലതാണ്. ഈ മുരിങ്ങയിലെ എല്ലാ അമിനോ ആസിഡ്സ് ഉള്ളത് കംപ്ലീറ്റ് പ്രോട്ടീൻ ആണ്. അപ്പൊ മസിൽ ബിൽഡിങ്ങിനും, ഇമ്മ്യൂൺ സിസ്റ്റത്തിന്, നമ്മുടെ ഇമ്മ്യൂൺ ഫംഗ്ഷന് വേണ്ടിയിട്ട്, ഹോർമോണിന്റെ ബാലൻസിന് വേണ്ടിയിട്ട്, അതേപോലെ ടിഷ്യൂ റിപ്പയറിന്, ഇതിനൊക്കെ നമുക്ക് ഇത് ആവശ്യമാണ്. പിന്നെ ഇത് എപ്പോഴും നമ്മുടെ എൽഡേർലി ആൾക്കാർക്ക് എപ്പോഴും ഇത് അതിന്റെ ആവശ്യം കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് എപ്പോഴും അഡൾട്ട്സിനും എൽഡേർലി ആൾക്കാർക്കും വളരെ നല്ലതാണ് മുരിങ്ങ കഴിക്കണത്. പ്രോട്ടീൻ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മുരിങ്ങ കഴിക്കണം നല്ലതാണ്. പോഷക കുറവുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ മാൽ ന്യൂട്രീഷൻ ഉള്ള ആൾക്കാർക്ക് മുരിങ്ങ കഴിക്കണം നല്ലതാണ്. അപ്പൊ ഇത്രയും ഗുണങ്ങൾ മുരിങ്ങയ്ക്ക് ഉള്ളപ്പോൾ നമ്മളൊരു മുരിങ്ങ എപ്പോഴും ഒരാഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും കഴിക്കണമെങ്കിൽ, പലപ്പോഴും വീട്ടിൽ നട്ടു വളർത്തിയേക്കുന്ന ആൾക്കാർക്ക് നല്ലതാണ്. പക്ഷെ അല്ലാണ്ട് ഫ്ലാറ്റിൽ താമസിക്കണം, സിറ്റി താമസിക്കുന്ന ആൾക്കാർക്കും ഒക്കെ അത് കഴിക്കാൻ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അവിടെയാണ് നമുക്ക് നല്ല സപ്ലിമെന്റ്സ് നോക്കി തിരഞ്ഞെടുക്കാം. അങ്ങനെ നല്ല സപ്ലിമെന്റ്സ് നോക്കി തിരഞ്ഞെടുക്കണമെങ്കിൽ അതിൻ്റെതായ സർട്ടിഫിക്കേഷൻ, അതിന്റെ പുറയിൽ ആരാണ് എന്നുള്ളതൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മൾ അത് സെലക്ട് ചെയ്യാനായിട്ട്. അപ്പൊ ഇവിടെ ഇന്ന് ഞാൻ പരിചയപ്പെട്ടതിൽ ഓൺ ആൻഡ് ഓണിന്റെ മുരിങ്ങ എന്ന് പറയുന്ന ഒരു മുരിങ്ങ ക്യാപ്സ്യൂളിന്റെ പെപ്പർ ആൻഡ് ടേർമറിക്കിന്റെ ഒരു കോമ്പിനേഷൻ ഉള്ള ഒരു പ്രോഡക്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാൻ ഒന്ന് പറയാം. വളരെ വളരെ വണ്ടർഫുൾ പ്രോഡക്റ്റ് ആണ് അത്. അതിനകത്തുള്ള കോമ്പിനേഷൻ, ഒന്ന് മുരിങ്ങ പൗഡർ ഉണ്ട്, പിന്നെ പെപ്പറൈൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, ടേമറിക് റൂട്ട് പൗഡറും, ടേമറിക് അതിന്റെ എക്സ്ട്രാക്റ്റും, അതായത് കുർക്കുമ ലോങ്ക പൗഡറും കുർക്കുമ ലോങ്ക എക്സ്ട്രാക്ട് എന്നാണ് അവർ മെൻഷൻ ചെയ്തേക്കുന്നത്.
ഇത് എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം. ഇത് എന്തിനാ ഉപയോഗിക്കണേ എന്ന് കൂടെ പറയാം. ഓവറോൾ ഈ ഒരു പ്രോഡക്റ്റ് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും, ഇപ്പൊ ഞാൻ പറഞ്ഞ മുരിങ്ങയുടെ ഇത്രയും ഗുണങ്ങൾ വരുമ്പോ തന്നെ നമ്മുടെ ഒരു വൈറ്റാലിറ്റി സപ്പോർട്ട് ചെയ്യാൻ, വൈറ്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മലയാളത്തില് ഉള്ള വാക്ക് എനിക്കറിയില്ല, ജീവശക്തി, ഉത്സാഹം എന്നൊക്കെയാണ് ഞാൻ ഡിക്ഷണറി തപ്പിയപ്പോ കിട്ടിയത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടുകയാണ്. വൈറ്റാലിറ്റി സപ്പോർട്ട് ചെയ്യാനായിട്ട് ഓവറോൾ ഹെൽത്ത് ഓഫ് ആൻ അഡൾട്ട് ആണ് ഈ പറയുന്ന കോമ്പിനേഷൻസ് നമുക്ക് നല്ലോണം ഹെൽപ്ഫുൾ ആണ്. അപ്പൊ ഈ മുരിങ്ങയുടെ ഗുണങ്ങൾ ഇപ്പൊ ഞാൻ എല്ലാം പറഞ്ഞു. ഈ പെപ്പറൈൻ എന്താന്ന് പറയാം. പെപ്പറൈൻ എന്ന് പറയുന്നത് കുരുമുളകിൽ അടങ്ങിയിരിക്കുന്ന ഒരു ആക്റ്റീവ് കമ്പൗണ്ട് ആണ്. അത് ഈ സ്ട്രോങ് ടേസ്റ്റ് തരുന്നതും അതേപോലെ ഒരു പവർഫുൾ ഹെൽത്ത് ബെനിഫിറ്റ് തരുന്നതാണ് ഈ പറയുന്ന പെപ്പറൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടാണ്ട് ഇത് വേറെ ന്യൂട്രിയൻസ് ഉണ്ടെങ്കിൽ അതിന്റെ എബ്സോർപ്ഷനെയും കൂടെ വളരെയധികം സപ്പോർട്ട് ചെയ്യും, അതിനെയും കൂടെ നല്ലോണം എൻഹാൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ച് ടെർമറിക് അതിനകത്തുള്ള കുർക്കുമിൻ എന്ന് പറയുന്ന സംഭവത്തിനെ എബ്സോർബ് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. കൂടാണ്ട് വൈറ്റമിൻസും മിനറൽസും എല്ലാം ഈ അടങ്ങിയിരിക്കുന്ന ഈ ക്യാപ്സ്യൂളിനകത്ത് നിന്ന് എല്ലാം എബ്സോർബ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും ഈ പെപ്പറൈൻ. അതുകൊണ്ട് ഇതിനെ ഒരു ബയോ എൻഹാൻസർ എന്നാണ് വിളിക്കാറ്. പിന്നെ ഇത് അതേപോലെ ടെർമറിക്കിന്റെ പൗഡറും ഉണ്ട് അതിനകത്ത്. അതിന് കുർക്കുമ ലോങ്ക പൗഡർ എന്ന് പറയുന്നത് അത് നമ്മുടെ സാധാരണ മഞ്ഞപ്പൊടി തന്നെയാണ്, കറിക്കൊക്കെ ഉപയോഗിക്കുന്ന മഞ്ഞപ്പൊടിയുടെ ആ ഒരു ഫോമിനകത്താണ് ഇത് പറയണത്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടേമറിക് പൗഡറിലും അതേപോലെ പെപ്പറിനകത്തും പെപ്പറൈനിലും കോമൺ ആയിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ ഒന്ന് നീർക്കെട്ടിന് വളരെ നല്ലതാണ്. ഓക്കെ, നീർക്കെട്ടിന് വളരെ നല്ലതാണ്, ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നല്ലതാണ്, പിന്നെ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉണ്ട്, ബ്രെയിൻ ഫങ്ഷന് വളരെ നല്ലതാണ്. അതായത് നമ്മുടെ അത് ബ്രെയിൻ ഫങ്ഷൻ ബൂസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ന്യൂറോ ഡീജനറേഷൻസ് ഇല്ലാണ്ടിരിക്കാൻ, അതായത് നമ്മുടെ പല ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് നമ്മുടെ പല ആക്ഷൻസും നമ്മുടെ കോർഡിനേഷനും എല്ലാ ഫങ്ഷനും ട്രാൻസ്മിറ്റേഴ്സ് കുറെ ഉണ്ട്. അതിന്റെ ഫങ്ഷനിങ്ങിനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ഇത് രണ്ടും നല്ലതാണ്. ബ്രെയിൻ ഹെൽത്തിന് നല്ലത് ഇതിന് വേണ്ടിയിട്ട് ടെർമറിക്കിന്റെ ഈ പറയുന്ന പോലെ പൗഡറും ഈ പെപ്പറും ഇങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നല്ലതാണ്. ഡൈജസ്റ്റീവ് ഹെൽത്തിന് നല്ല, അതാണ് ഈ ബ്ലോട്ടിംഗ് പോലത്തെ സംഭവങ്ങൾ ഇല്ലാണ്ടിരിക്കാനായിട്ടും. പിന്നെ അതേപോലെ നമുക്ക് സെൽ റിപ്പയർ, അതായത് ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ സെൽ റിപ്പയറിന് നല്ലതാണ്. അതേപോലെ നമ്മുടെ ജോയിന്റ് പെയിൻസ്, അതേപോലെ ആർത്രൈറ്റിസ് പോലത്തെ ഇഷ്യൂസ്, സ്വെല്ലിങ്, അതാണ് നീർക്കെട്ട് എന്ന് ഞാൻ പറഞ്ഞത്. ഇതിനെല്ലാത്തിനും നല്ലതാണ്. ഓവറോൾ നമ്മുടെ സ്കിൻ ഹെൽത്തും ഹാർട്ട് ഹെൽത്തും ഇമ്മ്യൂണിറ്റിക്കും മെറ്റബോളിസത്തിനും ഒക്കെ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ വളരെയധികം നല്ലതാണ്. ഈ ടെർമറിക്കും ബ്ലാക്ക് പെപ്പറും കൂടെ എപ്പോഴും ഈ കുർക്കുമിന്റെ എബ്സോർപ്ഷൻ എപ്പോഴും നന്നാക്കുക. അതാണ് നമ്മൾ ഈ നാരങ്ങ വെള്ളത്തിൽ മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നമ്മൾ രാവിലെ കഴിക്കണതൊക്കെ ആ ഒരു കോമ്പിനേഷന് വേണ്ടിയിട്ടാണ്. ഇത് അഡൾട്ട്സിനുള്ളതാണ്, അതായത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, അഡൾട്ടിനുള്ളതാണ്. പക്ഷെ ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സും പ്രഗ്നന്റ് ലേഡീസും ഇത് കഴിക്കുന്നതിന് മുമ്പ് ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തിട്ടേ പാടുള്ളൂ. ഒരു ക്യാപ്സ്യൂളാണ് നമ്മൾ ഡെയിലി കഴിക്കേണ്ടത്. ഇനി ജോയിന്റ് ഹെൽത്തിന് ഇത് എങ്ങനെയാ ഹെൽപ്പ് ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുർക്കുമിൻ ലോങ്ക എക്സ്ട്രാക്ട് എന്ന് പറയുന്നത്, ശരിക്കും കുർക്കുമിൻ ലോങ്ക എക്സ്ട്രാക്ട് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ സാധാരണ മഞ്ഞപ്പൊടിയെ പിന്നെയും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അത് കുറച്ചും കൂടെ നല്ല സ്ട്രോങ് ആയിട്ട് എടുക്കുന്നതാ. അതിനകത്ത് കുർക്കുമിൻ കണ്ടന്റ് 95% ഉണ്ട്. സാധാരണ മഞ്ഞപ്പൊടിയിൽ ഒരു 5 to 7% ഒക്കെ ഉണ്ടാവുള്ളൂ. ഇതിനകത്ത് 95% കുർക്കുമിൻ ഉണ്ട്. അപ്പൊ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ ആണ്. അപ്പൊ ഈ കുർക്കുമിൻ ലോങ്ക എക്സ്ട്രാ, അതായത് മഞ്ഞപ്പൊടി ഈ അതിന്റെ കോൺസെൻട്രേറ്റ് ആയിട്ട് എടുക്കുന്നത് രണ്ട് കോമ്പിനേഷനും ഈ നീർക്കെട്ട് പോവാനൊക്കെ ആയിട്ട് വളരെയധികം സഹായിക്കുന്നതാ. പിന്നെ ഇമ്മ്യൂണിറ്റി കൂട്ടണം എങ്ങനെയാന്ന് വെച്ചാൽ വൈറ്റമിൻ സി ഉണ്ട് അതിനകത്ത്, അത് ആന്റി ഓക്സിഡൻസ് ഇഷ്ടം പോലെ ഉണ്ട്, അയേണും ഇതിനകത്തുണ്ട്. അപ്പൊ അത് ഇമ്മ്യൂണിറ്റി ഓട്ടോമാറ്റിക്കലി കൂട്ടണം. ഡൈജഷൻ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പെപ്പറൈൻ നമ്മുടെ ഈ ഡൈജസ്റ്റീവ് എൻസൈംസിനെ എൻഹാൻസ് ചെയ്യും. അപ്പൊ അതായത് മഞ്ഞപ്പൊടി ഗട്ടിന്റെ ഇൻഫ്ലമേഷൻസ് ഇല്ലാണ്ട് അതിനെ ഹെൽപ്പ് ചെയ്യും. ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ നല്ല ഡൈജഷൻ ഉണ്ടാവും, നല്ല എബ്സോർപ്ഷൻ ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണ് ഡൈജഷന് വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യണേ. എത്ര കാലം കഴിക്കാം എന്ന് വെച്ചാൽ നമുക്ക് ഇത് കഴിക്കാം. നമ്മളൊരു നല്ല ഹെൽത്ത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് പാറ്റേൺ ഫോളോ ചെയ്യുന്നെങ്കിൽ നമുക്കിത് ലോങ് ടേം യൂസിന് സേഫ് ആണിത്. അപ്പൊ അൾട്ടിമേറ്റ് ബെനിഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുരിങ്ങ നമ്മുടെ റിച്ച് ഇൻ ആന്റി ഓക്സിഡന്റ് ആണ്, വൈറ്റമിൻസും മിനറൽസും അതേപോലെ ഇമ്മ്യൂണിറ്റി ഇംപ്രൂവ് ചെയ്യാനും നീർക്കെട്ടുകൾ കുറയ്ക്കാനും ഓവറോൾ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യണു. പെപ്പറൈൻ ആണെങ്കിൽ ന്യൂട്രിയൻ എബ്സോർപ്ഷൻ ഹെൽപ്പ് ചെയ്തിട്ട് ഡൈജഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യണു. അങ്ങനെ എല്ലാം കൂടി ഒരു കോമ്പിനേഷൻ ആയിട്ടാണ്
ഇത് എല്ലാ രീതിയിലും നമ്മുടെ വൈറ്റാലിറ്റി ഇംപ്രൂവ് ചെയ്യാനൊക്കെ നല്ലത്. അപ്പൊ ഒരു സപ്ലിമെന്റ് കമ്പൈനിങ് ഓഫ് മുരിങ്ങ, പെപ്പറൈൻ, ടെർമറിക്, ഒരു നാച്ചുറൽ പവർ ഹൗസ് ആയിട്ട് നമുക്ക് ഇതിനെ കാണാം. അതെല്ലാം കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ വൈറ്റാലിറ്റി, അതേപോലെ ഫൈറ്റ് അഗെയിൻസ്റ്റ് ഇൻഫ്ലമേഷന്, ഇൻഫ്ലമേഷൻ വരാണ്ടിരിക്കാൻ സപ്പോർട്ട് ചെയ്യണത്, ഓവറോൾ വെൽനെസ്സിന് വേണ്ടി ഒറ്റ സിമ്പിൾ ഡെയിലി ഡോസിനകത്ത് നമുക്ക് ഇത് തിരിച്ചു കൊണ്ടുവരാവുന്നതാണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ മുരിങ്ങയെ പറ്റി എനിക്ക് പറയാനുള്ളത്. എല്ലാവരും മുരിങ്ങ നമ്മുടെ ഡെയിലി റുട്ടീനിൽ നമ്മുടെ ഫുഡിന്റെ ഒപ്പം നമ്മളത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് എല്ലാവരും അതിന് റെഡി ആവുക. ഓക്കെ, അത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഇത് വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.